തൃശൂർ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് എമിരറ്റസ് ആയിട്ടുള്ള മെത്രാഭിഷേകത്തിന്റെ സുവർണ ജൂബിലി വർഷത്തിലൂടെ കടന്നു പോകുന്ന വളരെ പ്രിയപ്പെട്ട മാർ ജേക്കബ് തൂങ്കിഴി പിതാവാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഒരുപാട് വിശേഷങ്ങൾ, ഒരുപാട് ഓർമ്മകൾ അദ്ദേഹത്തിന് പങ്കുവെക്കാനുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഒരുപാട് സന്തോഷത്തോടെ സ്വാഗതം പിതാവ്. ശരിക്കും 50 വർഷം ഒരു ബിഷപ്പായി മെത്രാഭിഷേകത്തിന്റെ നിറവിൽ ജീവിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ദൈവസന്നിധിയിലും അതുപോലെ തന്നെ നമ്മുടെ ലോകത്തിന്റെ രീതിയിൽ പറഞ്ഞാലും വളരെ ഭാഗ്യപ്പെട്ട ഒരു സാഹചര്യത്തിലൂടെ തന്നെയാണ് പിതാവ് കടന്നു പോകുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് ഒരുപാട് ഓർമ്മകൾ മനസ്സിൽ നിറയുന്നുണ്ടാകും. പാലായിലെ ആ ഒരു കുട്ടിക്കാലത്തിന്റെ ഓർമ്മകളിലൂടെ ഒക്കെ പിതാവ് സഞ്ചരിക്കുന്നുണ്ടാകും. എത്രത്തോളം ഒരു സ്നേഹത്തോടെ മാതാപിതാക്കളായിട്ടുള്ള കുര്യൻ റോസ ദമ്പതികളുടെ 8 മക്കളിൽ ഒരാളായിട്ടാണ് പിതാവ് ജനിക്കുന്നത്. അപ്പം ആ ഒരു മാതാപിതാക്കൾ എത്രത്തോളം ഈ ഒരു വൈദിക ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് പ്രചോദനം തന്നിട്ടുണ്ട്, എങ്ങനെയാണ് ഓർക്കുന്നത്? പ്രായം ചെല്ലുന്തോറും മാതാപിതാക്കന്മാരെ കുറിച്ച് കൂടുതൽ ബഹുമാനവും ആദരവും തോന്നുകയാണ്. ഇന്ന് ഞാനൊരു വൈദികനും ഒരു ബിഷപ്പൊക്കെ ആയിരിക്കുന്നെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എൻ്റെ അപ്പനാണ്. ഞങ്ങൾ ഇച്ചാച്ച എന്ന് വിളിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ ആ ഗ്രാമത്തിലെ സാഹചര്യത്തിൽ കുറേ കുടുംബങ്ങൾ ഒന്നിച്ചൊക്കെ താമസിക്കുന്നു. ആ സാഹചര്യത്തിൽ ഒരു വൈദികനാകാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യമായിരുന്നു. കാരണം വിദ്യാഭ്യാസം, അന്ന് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു ലക്ഷറി പോലെ ചുരുക്കം ചിലർക്കൊക്കെ കിട്ടുന്നു. നാം ഇന്നത്തേതുപോലെ SSLC വരെയെങ്കിലും പഠിക്കണം എന്നുള്ള താല്പര്യങ്ങളോ വിചാരമോ ഒന്നും കുട്ടികൾക്കില്ല, മാതാപിതാക്കന്മാർക്കുമില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ SLC വരെ പഠിക്കുക, അല്ല ഉപരിപഠനം നടത്തുക, അതിനുശേഷം സെമിനാരിയിൽ പോയി വൈദിക വിദ്യാർത്ഥിയായി പഠിക്കുക എന്നൊക്കെ പറയുന്നത് അസാധ്യമായൊരു കാര്യം പോലെയാണ്. എന്ന് മാത്രമല്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മാതാപിതാക്കന്മാരുണ്ടാകുക എന്ന് പറയുന്നത് അത് വളരെ വിരളമാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു നല്ല അപ്പനുണ്ടായിരുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. പഠിക്കാൻ അദ്ദേഹം ഒരു കാലത്ത് ചെറുപ്പമായിരുന്നതൊക്കെ 4ാം ക്ലാസ് വരെയൊക്കെയുള്ള പഠനമുള്ളൂ. എങ്കിൽ പോലും ആ പഠനകാലങ്ങളിലൊക്കെ വളരെയധികം സാമർഥ്യം കാണിച്ച ഒരു അപ്പനായിരുന്നു എൻ്റെ അപ്പൻ. ചാച്ചൻ വിചാരിച്ചു എനിക്ക് 4ാം ക്ലാസ് വരെ പഠിക്കാൻ അവസരമുണ്ടായുള്ളൂ, ഇപ്പോഴുമില്ല, അന്നുമില്ല. പക്ഷേ എൻ്റെ മക്കൾ എന്തുമാത്രം പഠിക്കാൻ ആഗ്രഹിക്കുന്നു അത്രയും പഠിക്കണം, അതിനെ ത്യാഗം ചെയ്യാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ 8 മക്കളുണ്ടായിരുന്നതിൽ ഞങ്ങളെല്ലാവരെയും പഠിപ്പിച്ചു. ആദ്യത്തെ 2 മക്കളുടെ കാലത്ത് ഹൈസ്കൂളിൽ പോകാനുള്ള 3rd ഫോം വരെയൊക്കെ പഠിക്കാനുള്ള, ഫോം എന്നാണ് പറയുന്നത്, 3rd ഫോം വരെ പഠിക്കാനുള്ള സാഹചര്യമേ അന്ന് സ്കൂളിലുള്ളവിടെ. അത് കഴിഞ്ഞ് ബാക്കി 6 പേരും കോളേജും ഉപരിപഠനവും നടത്തിയവരാണ്. അതെല്ലാം ഇച്ചാച്ചൻ്റെ ആ മഹത്വം കൊണ്ടാണ്. വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള താല്പര്യവും കഴിവും എല്ലാം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് സാധിച്ചത്. അങ്ങനെ ഞങ്ങളെല്ലാവരും പഠിച്ചു. എൻ്റെ സഹപാഠികളായിരുന്നവരൊക്കെ 6ാം ക്ലാസ് 7ാം ക്ലാസ് മാക്സിമം 9 വരെ പഠിച്ച് അവസാനിപ്പിച്ചു. എനിക്കാകട്ടെ മുന്നോട്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കാനും ദിവസം മേൽ ചേരാനുമുള്ള അനുഗ്രഹങ്ങളെല്ലാം കിട്ടി. ചാച്ചൻ ഇന്നത്തെ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ, ഞങ്ങളുടെയൊക്കെ ദൃഷ്ടിയിൽ ചെറുപ്പത്തിലായിരുന്നപ്പോൾ തന്നെ ചാച്ചൻ ഒരു ലുപ്തനായിരുന്നു, പിശുക്കനായിരുന്നു. പൈസ ചിലവാക്കാൻ മഹാമടി. പൈസ കൊടുക്കുമ്പോൾ എണ്ണിക്കൊടുക്കുന്നു, പക്ഷെ ഒന്നുകൂടി എണ്ണിക്കൊടുക്കുന്നു. ഒരു പെശക് വന്ന് ആർക്കും കൂടുതൽ കുറവാകാൻ പാടില്ല. അങ്ങനെ അത്രയ്ക്ക് നിഷ്കർഷയോടുകൂടി പൈസ ചിലവാക്കിയിരുന്നൊരു മനുഷ്യനാണ്. ഒരിക്കലെങ്കിലും ഒരു ഹോട്ടലിൽ കയറി ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല. യാത്ര ചെയ്യും, പക്ഷേ പുതിയതുമായിട്ട് യാത്ര. അനാവശ്യമായിട്ട് ഒരു കള്ളുകൂടിയോ വീഡിയോയിലെയോ ഇങ്ങനെയുള്ളതൊന്നും യാതൊരു കാരണവശാലും
കുടുംബത്തിലുണ്ടാകില്ല. കാരണം ഈ പൈസ കയ്യിൽ വളരെ ശ്രദ്ധിച്ച് സംഭരിച്ചെങ്കിൽ 6 കുട്ടികളുടെ കോളേജും അതിലുപരിയായിട്ടുള്ള പഠനം വരെയുള്ള കാലഘട്ടം കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അങ്ങനത്തെ ഒരു ഇച്ഛാശയില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാനൊരു ആകില്ലായിരുന്നു, അത്രയൊന്നും ആകില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ പ്രായം ചെല്ലുന്തോറും ഇത്രയും നല്ലൊരു അപ്പനെ ഒരു ഇച്ഛാച്ചന് ദൈവം തന്നല്ലോ എന്നോർത്ത് നന്ദി പറയുകയാണ്. അന്നൊക്കെ വിചാരിച്ചിരുന്നു ഇച്ഛാച്ചൻ ഇങ്ങനെ ഒരു പിശുക്കനെ പോലെയാണല്ലോ, ഉടുപ്പ് വേണം, അത് ഈ ഓരോ ഒക്കെ കയറി കഴിയുമ്പോൾ അമ്മ പോയി ചച്ചനോട് ആ ചെറുക്കൻ്റെ അവൻ്റെ ഓരോ കയറി ഒരു ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കണം എന്ന് റെക്കമെൻഡ് ചെയ്തൊക്കെ എന്നാലും പിന്നെയും കഴിയുന്നിടത്തോളം താമസിപ്പിച്ച് അങ്ങനെ മറ്റു നിവൃത്തിയൊന്നും ഇല്ലാത്ത അവിടെ വരെ എത്തിക്കഴിയുമ്പോഴാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിച്ച് തരുന്നത്. ഇപ്പോൾ പ്രൗഢത്തിൽ നോക്കുമ്പോൾ ദൈവമേ എന്തൊരു ശുശ്രൂഷ, എന്തൊരു ശുഷ്കാന്തിയായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ഉണ്ടാക്കുന്നതിന് വേണ്ടി അത്യാവശ്യമുള്ളതോറും വേണ്ടെന്ന് വയ്ക്കുന്നൊരു അപ്പനുണ്ടായിരുന്നത്. അപ്പൻ കള്ളുകൂടിയനായിരുന്നെങ്കിൽ ഇവിടെ എത്താൻ പറ്റില്ലായിരുന്നു, ട്രക്ക് അടിക്കാനായിട്ടായിരുന്നെങ്കിൽ ഒരിടത്തും എത്തില്ലായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നല്ലൊരു അപ്പനെ കിട്ടിയപ്പോൾ എന്നോട് അവരെക്കുറിച്ച് ചോദിച്ചപ്പോൾ വളരെയധികം സമൃദ്ധിയായ ഒരമ്മ, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള, ഇതെല്ലാം ഇങ്ങനെ ഒത്തുവന്നത് ദൈവത്തിൻ്റെ പരിപാലനയോടെ മാത്രമാണ്. നമ്മുടെ ആരുടെയും മെച്ചമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, ഞങ്ങളാരുടെയും മെച്ചമല്ല, ദൈവത്തിൻ്റെ കൃപയാണ് ഞങ്ങൾ നയിച്ചുകൊണ്ട് പോന്നിരുന്നത്. മറ്റൊരു കാര്യം, പിതാവിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലും വീട്ടിലുമൊക്കെ ചാക്കോ എന്നാണ് പേരുണ്ടായിരുന്നത്. പിന്നീട് സെമിനാരിയിൽ ചേരുന്ന സമയത്താണ് ആ പേര് ജേക്കബ് എന്ന് മാറുന്നത്. അത് പിന്നീട് അങ്ങോട്ട് ഒരു പ്രത്യേക നിയോഗത്തിൻ്റെ വഴിയിലേക്കുള്ള ഒരു പുറപ്പാടിൻ്റെ തുടക്കം കൂടിയായിരുന്നു. മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ ഒക്കെ തുടക്കം കൂടിയായിരുന്നു. പിന്നീട് അത് അങ്ങയുടെ ജീവിതത്തിൽ വളരെയധികം നിർണായകമായ സ്ഥാനം വഹിക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒരു കൂടിക്കാഴ്ചയും ആ പേരിൻ്റെ ഒരു മാറ്റവും തുടർന്ന് അങ്ങോട്ട് വള്ളോപ്പള്ളി പിതാവുമായിട്ടുള്ള ഒരു അടുപ്പവും ആ ഒരു ഓർമ്മകളൊക്കെ എത്രത്തോളം സന്തോഷത്തോടെയാണ് അങ്ങ് ഓർത്തെടുക്കുന്നത്? പൊതുവെ ജീവിതത്തിൽ അത്ര കാർക്കശ്യമൊന്നും ഇല്ലാത്ത പോലെയാണ്. സാഹചര്യമൊക്കെ വരുമ്പോൾ അതനുസരിച്ച് അങ്ങ് പ്രവർത്തിച്ചു പോകുന്നു എന്നുള്ള മട്ടായിരുന്നു എൻ്റേത്. അങ്ങനെ ആയിരിക്കരുതായിരുന്നു, പക്ഷെ അന്നത്തെ ജീവിതത്തിൽ അത്രയൊക്കെ പറ്റുള്ളൂ. സെമിനാരിയിൽ ചേരാൻ ഒരു വൈദികനാകാൻ താല്പര്യം വന്നു. അപ്പോൾ അങ്ങനെ ഒരു താല്പര്യമുണ്ടായിരുന്നെങ്കിലും സെമിനാരിയിൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ എൻ്റെ ചാച്ചൻ എനിക്കും എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഞങ്ങൾ ഒന്നിച്ച് SSLC പാസ്സായത്. അദ്ദേഹത്തിന് പനി വന്ന് ഒരു കൊല്ലം നഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾക്ക് 2 പേർക്കും വേണ്ടി ചങ്ങനാശ്ശേരി SP കോളേജിൽ ചാച്ചൻ പോയി. ചാച്ചൻ സുഹൃത്തായിരുന്നൊരു അച്ഛൻ, അവൾ വൈസ് പ്രിൻസിപ്പളായിരുന്നു, അദ്ദേഹത്തോട് പറഞ്ഞ് ഞങ്ങൾക്ക് 2 പേർക്കും അഡ്മിഷനെല്ലാം വാങ്ങി. ഞങ്ങൾ അറിഞ്ഞു പോലുമില്ല. ചാച്ചൻ ഇതെല്ലാം സ്വമേധയാ തീരുമാനിച്ച് ഞങ്ങളെങ്ങനെ കോളേജ് വിടാനായിട്ട്. അന്ന് ഏറ്റവും അടുത്തുള്ള കോളേജ് സെൻറ്റ് ബർക്കാസ് ചങ്ങനാശ്ശേരിയാണ്. അവിടെ പോയി അവൾ സെമിനാരിയിൽ ചേരാൻ താല്പര്യമുണ്ടെന്നുള്ള കാര്യം സമയത്ത് അറിയിക്കേണ്ടതായിരുന്നു. പിതാവിൻ്റെ സർക്കിളൊക്കെ ഉണ്ടായിരുന്നു, സെമിനാരി അപ്ലൈ ചെയ്യുന്ന ചെയ്യാനൊക്കെ. ഇതൊന്നും നോക്കിയില്ല, കണ്ടുമില്ല, അങ്ങനെ അങ്ങ് പോയി. ലേറ്റ് അയച്ചതിന് ഞാൻ വിചാരിച്ചോട് പറഞ്ഞു, അയ്യോ എനിക്ക് സെമിനാരിൽ പോകണം താല്പര്യമുണ്ടായിരുന്നല്ലോ. അച്ഛനൊന്നും ഞാൻ ചാക്കോ എന്നാണ് വിളിക്കുന്നത്. മണ്ണച്ചേരിയിലാണ് വികാരൻ, ഭീമാകാരനായ മണ്ണച്ചേരിലച്ഛൻ. ഞാനൊരു കിശുവായ കൊച്ച്, 16 വയസ്സ്. ഞാൻ ചെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ചാക്കോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ അച്ഛൻ എനിക്കിങ്ങനെ സെമിനാരിൽ പോകാൻ താല്പര്യം. എടാ അത് താമസിച്ച് പോയല്ലോടാ, പള്ളിയിൽ ഇത് വായിച്ചപ്പോൾ നീ വന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റിപ്പോയി. നോക്കട്ടെടാ, നീ ഒരു കാര്യം ചെയ്യേ, ഇനിയിപ്പം അപേക്ഷ എഴുതാനൊന്ന് എല്ലാം ലേറ്റായിപ്പോയി, നീ നേരെ ചങ്ങനാശ്ശേരി പോയി അങ്ങോട്ട് കാര്യം പറഞ്ഞ് കിട്ടും നോക്ക്. അപ്പോൾ ചങ്ങനാശ്ശേരിക്ക് പോയിട്ട് ചങ്ങനാശ്ശേരി 10-30 കിലോമീറ്റർ അകലെയാണ്. അങ്ങനെ ദൂരോട്ടൊന്നും യാത്ര ചെയ്തിട്ടില്ല, പാലായ്ക്കപ്പുറത്ത് പോയിട്ടില്ല. എങ്കിലും ഈ സാഹചര്യത്തിൽ മറ്റു മാർഗമില്ലാത്തതുകൊണ്ട് ചങ്ങനാശ്ശേരിക്ക് പോകണം.
ചങ്ങനാശ്ശേരി ചുമ്മാ പോകാൻ പറ്റില്ല, നടന്നു പോകാൻ പറ്റില്ലല്ലോ. ബസ്സിന് കയറി പോകണം. ബസ്സിന് കയറി പോകണേ പൈസ കൊടുക്കണം. ഇന്നത്തെ പോലെ പോക്കറ്റ് ഒന്നുമില്ല. എല്ലാം വളരെ വളരെ കഷ്ടിച്ച് മുഷ്ടിച്ച് പോകുന്ന കാലഘട്ടമാണ്. അപ്പോൾ എൻ്റെ ഈ പൈസയില്ല. ചാച്ചൻ പൈസ തരുന്ന സാധനത്തിനുമല്ല. കാരണം ഈ ചാച്ചൻ കോളേജിൽ അഡ്മിഷനൊക്കെ പോയി വാങ്ങിച്ചു വന്നിരിക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ പിന്നെ തിരക്കി നോക്കിയിട്ട് രക്ഷയൊന്നുമില്ല. അവസാനം അമ്മയുടെ അടുത്ത് ചെന്നു. അമ്മയോട് കാര്യം പറഞ്ഞു. അമ്മയ്ക്ക് ഞാൻ സെമിനാരിൽ പോകുന്നത് അനുകൂലമായിരുന്നു. അപ്പോൾ അമ്മയുടെ പ്രൈവറ്റ് സമ്പാദ്യമൊക്കെ സൂക്ഷിച്ച് വെച്ചിരുന്നില്ല. അതിന് എനിക്ക് ചങ്ങനാശ്ശേരി പോയി വരാനുള്ള പൈസ തന്നു. അങ്ങനെ എനിക്ക് സെമിനാരിൽ നിന്ന് ഈ അപേക്ഷ കൊടുക്കാൻ പോകാൻ പറ്റിയത്. പക്ഷേ എൻ്റെ മനസ്സിൽ ഉൾക്കണ്ട, ഞാൻ താമസിച്ചു പോയി. കാളാശ്ശേരി പിതാവാണെന്നത് ചങ്ങനാശ്ശേരി രൂപതപ്പെട്ടയാണ് ഞങ്ങളുടെ മേലധ്യക്ഷൻ. ഈ ചങ്ങനാശ്ശേരി കാളാശ്ശേരി പ്രഗത്ഭനായ മനുഷ്യൻ, സർ CP-യോടൊക്കെ പടവെട്ടിയ ധീരനായ ഒരു മഹാമനുഷ്യൻ. ഇദ്ദേഹത്തെ ഞാൻ ഫേസ് ചെയ്യണമല്ലോ എന്ന് ഓർത്തപ്പം എനിക്ക് പേടിയാകാൻ തുടങ്ങി. തീർച്ചയായിട്ടും എന്നോട് ചോദിക്കും, നീ എവിടെയായിരുന്നില്ല ഈ സർക്കിൾ റേക്ക് അയക്കുകയും വായിക്കുകയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കും. ഞാൻ എന്ത് മറുപടിയാണ് പറയുന്നത്? മിക്കവാറും എന്നെ കാണുമ്പോഴേ തിരസ്കരിക്കുമെന്നുള്ള പേടിയോടുകൂടി അവസാനം ചങ്ങനാശ്ശേരിയിലെത്തി. എത്തിയപ്പോൾ എനിക്കവിടെ പരിചയമൊന്നുമില്ല. ബർക്കവൻ സ്കൂളിൽ ഭരണങ്ങയെ തന്നെ പഠിപ്പിച്ചിരുന്ന വലിയ പ്രബലച്ചൻ ഇപ്പോൾ ചാർജ് എടുത്തിട്ടുണ്ടെന്ന് കേട്ട് ചെന്നപ്പം അച്ഛനോടെ ഉണ്ട്. എന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നു. അച്ഛൻ ഞാനിങ്ങനെ സിനിമയിൽ ചെല്ലാൻ വന്നാണെന്ന് പറഞ്ഞപ്പോൾ പറ്റാക്കോ ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ എന്നെ അടുത്തുള്ള സെമിനാരിയിലേക്ക് കൊണ്ടുപോയി, മൈനർ സെമിനാരി. അവിടെ ചെന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് അവിടെ ചെന്നപ്പോൾ ഇതാ നിൽക്കുന്നു വള്ളപ്പള്ളി അച്ഛൻ. ഭരണങ്ങാനത്തിനെ പഠിപ്പിച്ചിരുന്ന അച്ഛനാണ് വള്ളപ്പള്ളി അച്ഛൻ. പിന്നീട് ബിഷപ്പായി തീർന്ന മലബാറിൻ്റെ പിതാവായി തീർന്ന കുടിയേറ്റ പിതാവ് എന്നറിയപ്പെടുന്ന വള്ളപ്പള്ളി പിതാവ്. പിതാവിന് ഒത്തിരി സന്തോഷമായി. പിതാവ് പഠിപ്പിച്ച് സ്കൂളിൽ നിന്ന് ഒരു ദൈവവിളി കിട്ടിയില്ലോ എന്ന്. അച്ഛൻ പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, ഞാൻ നോക്കട്ടെ അഡ്മിഷൻ കിട്ടുമെന്ന്. കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിതാവ് തന്നെ ഫോം വാങ്ങിച്ച് എനിക്ക് എൻ്റെ അഡ്മിഷന് വേണ്ടി ഫോം പൂരിപ്പിച്ചു. അങ്ങനെ പൂരിപ്പിച്ചപ്പം എൻ്റെ പേരെന്താണെന്ന് നോക്കിയപ്പോൾ സർട്ടിഫിക്കറ്റിൽ TK ചാക്കോ, ഇതാണ് എൻ്റെ പേര്. തൂങ്കുഴി കുര്യൻ ചാക്കോ, TK ചാക്കോ. എങ്ങനെയോ വള്ളപ്പുളിപ്പിന്ന് തോന്നി. അച്ഛനാൻ പോകുന്ന ഇവനെ എങ്ങനെ TK ചാക്കോ എന്ന് വിളിച്ചാൽ അത്ര ഭംഗിയിലൊന്ന് പിതാവിന് തോന്നി. എന്നോടൊന്നും ചോദിക്കാതെ പിതാവ് എൻ്റെ പേര് ഫില്ലപ്പ് ചെയ്തപ്പോൾ TK ചാക്കോ എന്നുള്ളത് പിതാവ് ജേക്കബ് തൂങ്കുഴി എന്നെഴുതി. അങ്ങനെയാണ് എനിക്ക് എൻ്റെ ചാക്കോ എന്നുള്ള പേര് ജേക്കബായി തീർന്നത്. പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ ജേക്കബ് തൂങ്കുഴിയാണ്. വള്ളപ്പള്ളി പിതാവ് തന്നൊരു സമ്മാനമാണത്. പിന്നെ ദൈവവിളിയെ സംബന്ധിച്ച് അതിനുശേഷം എല്ലാം പറഞ്ഞു, കാളാശ്ശേരി പിതാവിനെ പോയി കാണണം. ചോദിച്ചവിടെ ആളുണ്ടോയെന്ന് അച്ഛന്മാരെ അന്വേഷിച്ചു. അപ്പോൾ അന്വേഷിച്ച് പറഞ്ഞു, പിതാവ് എങ്ങോ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. എൻ്റെ മനസ്സിന് വലിയൊരു ആശ്വാസം. അദ്ദേഹത്തെ ഫേസ് ചെയ്യേണ്ടി വരുന്നില്ലല്ലോ എന്ന്. അപ്പോൾ തമ്മിൽ ഒരു അപേക്ഷ കേട്ടു, ഇനി റെക്ടറസിനെ കാണണം. റെക്ടറസിന് എനിക്ക് പരിചയമൊന്നുമില്ല. ഭാഗ്യത്തിൽ റെക്ടറസിനോടെ ഇല്ല. അപ്പോൾ പിന്നെ വള്ളപ്പള്ളിയച്ഛനാണ് എൻ്റെ എല്ലാ ഉത്തരവാദിയായിട്ട് അവിടെ ഉള്ളത്. അച്ഛൻ പറഞ്ഞു, പേടിക്കാൻ നീ വെക്കും, ഞാനതൊക്കെ ശരിപ്പെടുത്തി വെച്ചേക്കാമെന്ന് പറഞ്ഞു. ഞാനത് വിശ്വസിച്ച് പോന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് മറുപടി കിട്ടി, എന്നെ സ്വീകരിച്ചെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെയാണ് ഞാൻ പുറംപാതിൽ കൂടെ സെമിനാരിൽ കയറി പറ്റിയത്. ഓക്കെ. പിന്നെ ഒരു കാര്യമുള്ളത്, ഇപ്പം പിതാവിന്റെ പൗരോഹിത്യ സ്വീകരണം നടക്കുന്നത് റോമിലാണ്. അപ്പൊ എങ്ങനെയാണ് റോമിൽ വെച്ച് നമുക്ക് തിരുപ്പട്ടം സ്വീകരിക്കുക? അതന്ന് ആ കാലഘട്ടങ്ങളിൽ അങ്ങനെയാണോ, അതോ എങ്ങനെയാണ് അങ്ങനെ ഒരു അവസരം? ഞങ്ങൾ മൈനർ സെമിനാരിയിൽ പഠിച്ചാൽ ഞങ്ങൾ 10 രൂപയിലുണ്ടായിരുന്നു. മൈനർ സെമിനാരി കഴിഞ്ഞാൽ അവിടെ നിന്ന് മേജർ സെമിനാരിയിലേക്ക് പോകണം. മേജർ സെമിനാരി അന്നുണ്ടായിരുന്നത് മംഗലപ്പുഴ ആലുവ സെമിനാരി. ആ ഒരു സെമിനാരി ഉണ്ടായിരുന്നുള്ളൂ.
അപ്പോൾ അങ്ങോട്ട് സാറിനെ അങ്ങോട്ടാണ് പോകുന്നത്. പിന്നെ വളരെ നന്നായിട്ട് പഠിക്കുന്ന 1-2 പേര് പൂനെ കാൻഡിയിലേക്ക് വിടുമായിരുന്നു. സിലോണിലെ കാൻഡിയ. അത് പീപ്പിൾ സെമിനാരിയാണ്, പരിശുദ്ധ പിതാവിൻ്റെ നേരിട്ട് കീഴിലുള്ള സെമിനാരിയാണ്. ചിലർക്ക് അങ്ങോട്ട് പോകാൻ സൗകര്യം കിട്ടും. നന്നായിട്ട് പഠിക്കുന്നവരൊക്കെ സാധാരണ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പഠിക്കാൻ കുഴപ്പമായിരുന്നു. സ്കൂളിലായിരിക്കുമ്പം പുസ്തകം കിട്ടുമായിട്ട് സ്കൂളിൽ പോകും, തിരിച്ച് തലയിൽ വെച്ചുണ്ടാക്കിട്ട് തിരിച്ചും പോലും. ഇതിനപ്പുറത്ത് പഠനമൊന്നുമില്ല. പിന്നെ ക്ലാസ്സിൽ കേൾക്കുന്ന അത്രയൊക്കെ ഉള്ളൂ. എങ്കിലും അതൊക്കെ കേട്ടുകൊണ്ട് പാസ്സാകാൻ മാത്രമുള്ള ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പഠിച്ചു വന്നിട്ട് എനിക്ക് എന്നെക്കുറിച്ച് തന്നെ ഒരു അഭിപ്രായമില്ല, പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഒരു ദിവസം ഒരു പരീക്ഷ ഇടുന്നു. വള്ളപ്പള്ളി പിതാവ് സുറിയാനി പഠിപ്പിക്കുന്നു. അതിന് പരീക്ഷയിട്ട് ക്ലാസ് പരീക്ഷ. അന്നത്തെ രീതി അനുസരിച്ച് പിതാവ് പേപ്പർ എല്ലാവർക്കും തിരിച്ചു കൊടുക്കുകയാണ്, മാർക്കൊക്കെ ഇട്ട് അവർക്ക് തിരുത്താനൊക്കെ ആയിട്ട്. അപ്പോൾ തിരിച്ചെല്ലാവർക്കും ഇങ്ങനെ ഓരോരുത്തരും പേര് വിളിച്ച് നിനക്ക് ഇത്ര മാർക്ക്, മാത്യു ഇത്ര മാർക്ക്, ജേക്കബ് തൂങ്കുഴി 25 മാർക്ക്, 50-ൽ 25 മാർക്ക് ജയിച്ചു. പക്ഷെ 50-ൽ 25 തീരെ കുറഞ്ഞ മാർക്കാണ്. മറ്റു പിള്ളേർക്കൊക്കെ നല്ല മാർക്കുണ്ട്. പക്ഷേ ഈ പേപ്പർ, എൻ്റെ പേപ്പർ പിതാവ് തരുമ്പോൾ ജേക്കബ് തൂങ്കുഴി 25 മാർക്ക് തരുമ്പോൾ പിതാവ് പറയാണ്, തൂങ്കുഴിക്ക് ഇത് ഇത്രയും കിട്ടിയാൽ പോരായിരുന്നു, തൂങ്കുഴിക്ക് ഇത്രയും കിട്ടിയാൽ പോരായിരുന്നു. ആ ഒരു വാക്ക് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ദേഷ്യപ്പെട്ടൊന്നുമല്ല, സ്നേഹത്തോടെ തൂങ്കുഴിക്ക് ഇത്രയും കിട്ടിയാൽ പോരായിരുന്നു പറഞ്ഞപ്പോൾ എനിക്ക് പഠിക്കാൻ കഴിവുണ്ടെന്നും മനസ്സുണ്ടെങ്കിൽ ഉന്നതികളിൽ താമെന്നുള്ള എല്ലാ സൂചനകളും തന്നുകൊണ്ടാണ് പിതാവ് ഈ ഒരു വാചകം പറഞ്ഞത്. ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. തന്നെ എനിക്ക് പഠിക്കാൻ കഴിവൊന്നുമില്ല, ആവറേജാണ് അങ്ങേയറ്റം എന്നൊക്കെ വിചാരിച്ചത്. ഞാൻ പിതാവ് ഇങ്ങനെ റിവീൽ ചെയ്തപ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റില്ലേ, അന്ന് തുടങ്ങി പഠിക്കാൻ പറ്റും. ഒരു 2-3 മാസത്തിനുള്ളിൽ ക്ലാസ്സിലെ ടോപ്പർ ഞാനായി. എനിക്കതിനോട് കഴിവ്. പക്ഷേ ആരും എന്നോട് ഒരിക്കലെങ്കിലും നിനക്ക് പഠിക്കാൻ പറ്റും ഇത് പറഞ്ഞിട്ടില്ലായിരുന്നു. പിതാവ് പറഞ്ഞു, അതിൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. അങ്ങനെ പഠനത്തിൽ ഏറ്റവും ഉന്നത നിലവാരത്തിലെത്തി. അതിൻ്റെ ഫലമായിട്ട് വള്ളപ്പള്ളി പിതാവൊക്കെ എന്നോട് പ്രോത്സാഹജനമായിട്ട് പറഞ്ഞിരുന്നു, കാൻറ്റീക്ക് പോകണം കേട്ടോ. പഠിച്ചു. അപ്പോൾ കാൻറ്റീക്ക് പോകുന്ന പറഞ്ഞൊരു സ്പെഷ്യൽ സെലക്ഷനാണ് പേപ്പർ സെമിനാരി. അപ്പോൾ ഞാൻ തീവ്രമായി ആഗ്രഹിച്ചു കാൻറ്റീക്കൊന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ. പക്ഷേ സെലക്ഷൻ വന്നപ്പോൾ എൻ്റെ പേരല്ല, വേറൊരാളുടെ പേരാണ് വന്നത്. അപ്പോൾ എനിക്ക് കാൻറ്റീക്ക് പോകാനുള്ള അവസരം കിട്ടിയില്ല. അതൊരു വല്ലാത്തൊരു മോഹഭംഗമായിരുന്നു. പിന്നെ അതങ്ങോട്ട് ഓവർകം ചെയ്തു. ഞാൻ എല്ലാവരും പോകുന്നത് പോലെ ആലുവ സെമിനാരിയിലേക്ക് പോയി. അവിടെ ചെന്ന് ഞാൻ എപ്പോഴും അവിടെ ടോപ്പായിരുന്നു. എനിക്കെല്ലാം പഠനമൊക്കെ വളരെ എളുപ്പമായിരുന്നു. അങ്ങനെ ആലുവയിൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിയോളജി ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ അതിനകം തലശ്ശേരി രൂപതയിൽ ചേർന്നു. വള്ളപ്പള്ളി പിതാവിൻ്റെ ഒരു ശമാശനായിത്തീർന്നു. പിതാവ് എന്നെ വിളിച്ചു പറഞ്ഞു, നിനക്ക് റോമിൽ പോകാൻ ചാൻസ് കിട്ടിയിട്ടുണ്ട്, അവിടെ പോയി പഠിക്കാം. അടുത്ത ഒക്ടോബറിന് ദിവസം അവിടെ എത്തണം. ഞാൻ എൻ്റെ ദൈവമേ, അന്ന് ക്യാൻറ്റീനിൽ പോകാൻ പറ്റാത്തതിനെ ഓർത്ത് ഒത്തിരി ദുഃഖിച്ചിരുന്നു. ഇന്നിപ്പോൾ അങ്ങോട്ട് ക്യാൻറ്റീനിക്ക് പോകാൻ പറ്റാതിരുന്നതിനെക്കുറിച്ച് ദൈവമേ ഒത്തിരി നന്ദി പറയുന്നു. കാരണം ക്യാൻറ്റീനിക്ക് പോകുന്നതും റൂമിൽ പോകുന്നതും ഇതുമാത്രം വ്യത്യാസം. റൂമിൽ പോകുമെന്ന് പറഞ്ഞാൽ എന്തൊരു ഭാഗ്യമാണ്. അങ്ങനെ ഞാൻ റൂമിൽ പഠിച്ചു. തിയോളജി കഴിഞ്ഞപ്പോൾ പട്ടങ്ങളൊക്കെ സ്വീകരിച്ചു. അവിടെ വെച്ച് തന്നെ അവിടുത്തെ പതിവനുസരിച്ച് പ്രൊപ്പഗാൻഡ കോളേജിൽ അവിടെ വെച്ച് തിരുപ്പട്ടം സ്വീകരിച്ചു. അങ്ങനെ ഞാൻ റൂമിൽ പട്ടം സ്വീകരിക്കാൻ ഇടയായത്. അങ്ങനെ ഇടയാക്കിയത് ഈ ഒരു മോഹഭംഗത്തിൻ്റെ ഇതിലാണ്. എന്നതിന് ഒരു നിരാശ പോലെ തോന്നി. പക്ഷേ അതെല്ലാം ദൈവത്തെ എനിക്ക് ഒത്തിരി നന്മ ചെയ്യാൻ ദൈവം താല്പര്യപ്പെട്ടുകൊണ്ട് എന്നെ അമിതമായി സ്നേഹിച്ചതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. തീർച്ചയായിട്ടും. മറ്റൊരു കാര്യം, 1973 മാനന്തവാടി രൂപത രൂപം കൊണ്ട സമയത്ത്
ആ ഒരു രൂപത ആദ്യമായിട്ട് രൂപം കൊള്ളുമ്പോൾ ആ ഒരു സന്ദർഭം എന്ന് പറയുന്നത് വല്ലാത്തൊരു സാഹചര്യം തന്നെയാണ്. ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് ആ രൂപതയ്ക്ക് നേതൃത്വം കൊടുക്കുക, പ്രത്യേകിച്ച് ഒരു മലയോര ജനത, കർഷക കുടുംബങ്ങൾ ഒരുപാട് പേര്, കൃഷിനാശം നേരിടുന്ന ആളുകൾ, അതുപോലെ തന്നെ കുടിയേറി വന്നിട്ടുള്ള കുടുംബങ്ങൾ നേരിടുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒരു വശത്ത്, നല്ല വിദ്യാഭ്യാസ സൗകര്യങ്ങളില്ലാത്ത സാഹചര്യം, ആരോഗ്യ സംരക്ഷണത്തിന് നല്ല സൗകര്യങ്ങളില്ലാത്ത സാഹചര്യം. അപ്പോൾ ഈ മേഖലയിലൊക്കെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കാനുള്ളൊരു ചുമതല കൂടിയാണ് മാനന്തവാടിയുടെ ആദ്യത്തെ ഇടയനായിട്ട് മെത്രാനായിട്ട് അഭിഷേകം ചെയ്യപ്പെടുന്ന സമയത്തുണ്ടാകുന്നത്. അപ്പം എത്രത്തോളം അത് ഓവർകം ചെയ്യാനും ആ ഒരു സമയത്ത് ഏറ്റവും ഊർജ്ജസ്വലതയോടെ ഓടി നടന്ന് ഓരോ മേഖലകളിലും ഇടപെടാനും ഒക്കെ സാധിച്ചത് എങ്ങനെയാണ്? ആ ഒരു ആദ്യ കാലഘട്ടത്തെ, മെത്രാഭിഷേകത്തിന്റെ ആദ്യ വർഷങ്ങളെ എങ്ങനെയാണ് അങ്ങ് ഓർത്തെടുക്കുന്നത്? ഇപ്പം പറഞ്ഞതിൽ വളരെ സത്യമാണ്, വളരെ കൃത്യമാണ്. ഈ അന്നത്തെ സാഹചര്യത്തിൽ ഈ പറഞ്ഞ വളരെ പ്രയാസം പിടിച്ചൊരു ഒരു സാഹചര്യത്തിലാണ് വയനാട്ടിലെ സഭ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അന്ന് കേരളത്തിലെ ഏറ്റവും ബാക്ക്വേർഡ് ഏരിയ എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്നത് വയനാട്. ഇന്ന് അത് ഒത്തിരി മാറിയിട്ടുണ്ട്. എങ്കിൽ പോലും ഇപ്പോഴും വയനാട് ആവശ്യ ഒരു സ്ഥലമാണ്. ഇവിടെ ഈ പറഞ്ഞ ഇപ്പം എന്നോട് പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം നിലവിലുണ്ടായിരുന്നു. കൃഷിയുടെ കാര്യങ്ങളും പനിയുടെ രോഗത്തിൻ്റെ കാര്യങ്ങളും പല കാര്യങ്ങളും അങ്ങനെയെല്ലാം നിലവിലുണ്ടായിരിക്കെ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം സുവിശേഷ പ്രഘോഷണം, മതബോധനയിലൊക്കെ ഒപ്പം സോഷ്യൽ സർവീസ് ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് അങ്ങോട്ട് കരുതി. അപ്പോൾ അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ്, അധികം 3-4 അച്ഛന്മാർ, അങ്ങനെയെല്ലാം ഏറ്റവും സുസജ്ജമായൊരു സോഷ്യൽ സർവീസ് അങ്ങോട്ട് സംഘടിപ്പിച്ചു. പക്ഷെ ജനങ്ങൾ ഭയങ്കര കോഓപ്പറേറ്റീവ് ആയിരുന്നു. അന്നത്തെ കാലത്ത് ഗവൺമെൻറ്റിനെ ആശ്രയിച്ച് നമുക്ക് റോഡോ വെള്ളമോ കിട്ടാൻ പോകുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മൾ തന്നെ എത്ര റോഡുകൾ ജനങ്ങൾ അങ്ങോട്ട് പണിതു. അപ്പം ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ചങ്ങോട്ട് പണിതേക്കാണ്. ഒരു രാത്രി കഴിയുമ്പോൾ പുതിയൊരു റോഡ്, അങ്ങനത്തെ ഒരു സ്കൂള് എല്ലാവരും കൂടി പണിയാണ്. പള്ളി ഒന്നും പറയേണ്ട ആവശ്യമില്ല, പള്ളിയും എല്ലാം പണിതിട്ട് പിതാവിനോട് പറയാം, ഞങ്ങൾക്ക് ഞങ്ങൾ പള്ളി പണിത് ഒരു അച്ഛനെ തരണം. അങ്ങനെ ഭയങ്കര നമുക്കൊരിക്കലും ഇന്ന് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു സഹകരണമാണ്. പിന്നെ ഞങ്ങൾ അച്ഛന്മാർ വളരെ കുറവാണ്, പക്ഷെ ഉള്ളവരൊക്കെ ചെറുപ്പമാണ്. ഞാനൊക്കെ വളരെ ചെറുപ്പമാണ്, 42 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. അത് റോഡ് നടന്ന് ഈ ജനങ്ങളോട് കൂടാനും പണിയാനും ഒന്നും ഒരു മടിയില്ലാത്ത കാലം, ആരോഗ്യമുള്ള കാലം. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ജനങ്ങളുടെ ആ സഹകരണവും ഭാഗത്തും കൊണ്ടാണ് ഇതെല്ലാം നേരിടാൻ കഴിഞ്ഞത്. പിന്നെ ഓരോന്നും കഴിയുമ്പോൾ ഒരു ത്രില്ലാണ്. ഒരു റോഡ് പണിയാൻ ഒരു നാട്ടിലെ എല്ലാം കൂടെ കൂടി അതൊരു വലിയ ആഘോഷം പോലെ കൊണ്ട് നടത്തുകയാണ്. ഒരു പണിയല്ല, ഒരു സെലിബ്രേഷനാണ്. അതുകൊണ്ട് വെട്ടിക്കഴിയുമ്പോൾ എന്തൊരു സന്തോഷം. ഒരു പുതിയ റോഡിലേക്ക് ഇറങ്ങി നടന്ന് പാട്ടും പാടി ഒരു പ്രത്യേക കാലഘട്ടമായിരുന്നു. മനുഷ്യൻ ഉദ്ദേശിക്കുന്ന പോലെ ഒത്തിരി കഷ്ടതകളിലൂടെയാണ് പോകുന്നെങ്കിലും അത് മറന്ന് സന്തോഷത്തോടെ പോകുന്ന ഒരു മനോഭാവമായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് തൃശ്ശൂർ രൂപതയിലേക്ക്, താമരശ്ശേരി രൂപതയുടെ ഇടയനായിട്ട് ഏകദേശം 1.5 വർഷത്തോളം 95 മുതൽ 97 ഫെബ്രുവരി വരെ ഉണ്ടായിരുന്നു. അതിനുശേഷം തൃശ്ശൂർ രൂപതയുടെ പാവങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന കുണ്ടുകുളം പിതാവിന് ശേഷമാണ്, മാർ ജോസഫ് കുണ്ടുകുളം പിതാവിന് ശേഷമാണ് അങ്ങ് ഇവിടേക്ക് കടന്നു വരുന്നത്. തൃശ്ശൂർ രൂപതയിലെ വന്നപ്പോൾ ഇതുപോലെ തന്നെ ക്രൈസ്തവരുടെ ഒരു ആത്മീയ നേതാവ് എന്ന രീതിയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഈ പ്രദേശത്തുള്ള തൃശ്ശൂർ രൂപതയിലുള്ള എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രയോജനം കിട്ടുന്ന രീതിയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അങ്ങേക്ക് സാധിച്ചു. ഇപ്പം ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആണെങ്കിലും, അതുപോലെ തന്നെ മുള്ളൂർക്കരയിലുള്ള BEd കോളേജ് ആണെങ്കിലും, അതുപോലെ തന്നെ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്, ഇങ്ങനെ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും ഒക്കെ വലിയ പുരോഗതി തൃശ്ശൂർ രൂപതയ്ക്കും തൃശ്ശൂർ പ്രദേശത്തിനും കൊണ്ടുവരാൻ അതിനൊരു നേതൃത്വം കൊടുക്കാനുള്ള ഒരു നിയോഗം അങ്ങേക്ക് ലഭിച്ചു. അപ്പം എങ്ങനെയാണ് ഈ മേഖലകൾക്കൊക്കെ വളരെ കാര്യക്ഷമമായി
ഏറ്റവും അനുയോജ്യരായ വ്യക്തികളെ കണ്ടെത്തി കൂടെ നിർത്തി ഇത് മനോഹരമായിട്ട് കൊണ്ടുപോകാനും ഈ ഒരു മേഖലയിൽ ഇത്ര ശക്തമായിട്ടുള്ള ഒരു തൃശ്ശൂർ അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ്ണ ലിപികളിൽ രേഖപ്പെടുത്തുന്ന ഒരു കാലഘട്ടം തന്നെയായിരുന്നു അങ്ങയുടേത്. എങ്ങനെയാണ് ഇത്ര ശക്തമായ ഒരു നേതൃത്വം കൊടുക്കാനായിട്ട് സാധിച്ചത്? തൃശ്ശൂരിന് പല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. ദൈവത്തിൻ്റെ പരിപാലന, ആദ്യമായിട്ട് ദൈവത്തിൻ്റെ പരിപാലന എല്ലാം അങ്ങനെ തമ്പുരാനെല്ലാം ഒരുക്കിയിട്ട് അത് ചെയ്യും എന്ന് പറയുന്ന പോലൊരു അനുഭവമാണ്. പിന്നെ എനിക്കൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കഴിവ് വളരെ കുറവാണ്. ഇങ്ങനെ സംഘടിപ്പിക്കാനോ പുതിയ സ്ഥാപിക്കാനോ നടത്താനോ. പക്ഷേ എന്നെ സഹായിക്കാൻ പ്രഗത്ഭരായ മനുഷ്യരുണ്ടായിരുന്നു. അവരുടെ പരിശ്രമപരമായിട്ടാണ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ നടന്നിട്ടുള്ളത്. മെഡിക്കൽ കോളേജ് നമുക്കിങ്ങനെ സ്വാശ്രയ മെഡിക്കൽ കോളേജ് നടത്താനുള്ള അവകാശം തരാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ ആലപ്പാട്ടച്ചനൊക്കെയാണ് ഏറ്റവും ഫ്രാൻസിസ് ആലപ്പാട്ടച്ചൻ. അദ്ദേഹം ഒരു ഡോക്ടറാണ്, അച്ഛനാണ്, ഈ രംഗത്ത് പരിചയമുള്ളതാണ്. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു. ഇത് നടത്താൻ പറ്റിയൊരു വ്യക്തി നമുക്കുണ്ട്, അതൊന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ ചെയ്യുമായിരുന്നു. അങ്ങനെ എഞ്ചിനീയറിംഗ് കൊടുത്തേക്കാനത്തെ അച്ഛന് ഇങ്ങനെ ഓരോരോ ഒരു മൈനർ സെമിനാർ, മേജർ സെമിനാർ, തട്ടിൽ പിതാവ്, റെക്ടറായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റാതെ തന്നെ കഴിയുമ്പോൾ ദൈവം നമുക്ക് ഒരുക്കി തന്ന മനുഷ്യർ. പിന്നെ ഈ മനുഷ്യരുടെ സഹകരണം, മനുഷ്യരിങ്ങനെ ഒന്നാവശ്യപ്പെട്ടാൽ എന്തും ചെയ്യാൻ സന്നദ്ധയായിട്ട് പൈസ കൊടുക്കാനൊക്കെ. ഈ മേജർ സെമിനാർ തുടങ്ങിയപ്പോൾ അതിന് ഒരു 7 കോടി രൂപ ചിലവാകും എന്ന് എസ്റ്റിമേറ്റ് എടുത്തു. 7 കോടി രൂപ നീക്കിയിരിപ്പൊന്നുമില്ല രൂപതയ്ക്ക്. എന്താ ചെയ്യേണ്ടത്? പാസ്റ്റർ കൗൺസിൽ വിളിച്ചു എല്ലാവരെയും, പ്രതിനിധികളും എല്ലാവരോടും വന്നപ്പോൾ ഞാൻ ഈ പ്രശ്നം അവതരിപ്പിച്ചു. നമുക്ക് സെമിനാറുടെ ആവശ്യമുണ്ട്, അതിന് ഇനി ഇത് ചിലവാകും, ഇതിന് നിങ്ങളുടെയൊക്കെ സഹകരണം വേണം എന്നൊക്കെ പറഞ്ഞു. ഇവർ ശാന്തമായിട്ട് കേട്ടിരുന്നിട്ട് ഞാൻ വിചാരിച്ചു അവിടെ ഇവിടെ നിന്നൊക്കെ എതിർപ്പ് കാണും, മറ്റു വശങ്ങളൊക്കെ പറയാൻ ഞാനിതെല്ലാം പ്രതീക്ഷിച്ചിരിക്കുക. അപ്പോൾ ഒരു മനുഷ്യൻ സദസ്സിൽ എന്ന് പറയാണ്, പിതാവേ തുടങ്ങിക്കോ, ഞങ്ങളുണ്ട് പറയില്ല, ഒന്നും പേടിക്കണ്ട, പൈസയുടെ കാര്യമൊന്നും വിഷമിക്കണ്ട. ഇങ്ങനെ പറയുന്ന രൂപത എവിടെയുണ്ട്? ഞാൻ ഒരച്ഛനെ എതിരായിരുന്നു ഈ സെമിനാർ പഠിക്കുന്നതിനായിട്ട്. അച്ഛൻ വളരെ വാചാലനും സമർത്ഥനമാണ്, നല്ല മനുഷ്യൻ. പക്ഷെ അച്ഛനോട് പാസ്റ്റർ കൗൺസിൽ വിളിച്ചപ്പോൾ അച്ഛനോട്, പിതാവേ ഞാൻ വരുന്നുണ്ട് കേട്ടോ, എനിക്കിതിനോട് അഭിപ്രായ വ്യത്യാസമുണ്ട്, ഞാൻ ശക്തമായി എതിർക്കും, പറഞ്ഞില്ലെന്ന് വേണ്ട. അപ്പോൾ ഈ അങ്ങ് ഭയങ്കര വാചാലാണ്. അപ്പോൾ ഈ പാസ്റ്റർ കൗൺസിൽ സമയത്ത് ഈ അച്ഛൻ്റെ എതിർപ്പ് ഞാൻ പ്രതീക്ഷിച്ച് ഞാനൊരു പ്രാരംഭം പറഞ്ഞ് എന്തുകൊണ്ട് നമുക്ക് സെമിനാരി വേണം എന്നെല്ലാം പറഞ്ഞ് ഒരു 10-40 മിനിറ്റ് എടുത്തു. അതിനുശേഷം എല്ലാവരുടെ അഭിപ്രായത്തിനായിട്ട് വിഷയം വിട്ടു. അച്ഛൻ മുമ്പിലിരിപ്പുണ്ട്. പതുക്കെ അച്ഛൻ എഴുന്നേറ്റു. ഞാൻ വിചാരിച്ചു ഇദ്ദേഹം എല്ലാം തകർത്തുകളയും, എന്താ ചെയ്യുക, എല്ലാം മാതാവിന് സമർപ്പിച്ച് ഞാൻ അടങ്ങിയിരുന്നു. അപ്പോൾ ഈ അച്ഛൻ പതുക്കെ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, എല്ലാവരുമായിട്ട് കേട്ട സുഹൃത്തുക്കളെ, ഈ സെമിനാരിക്ക് ഞാൻ എതിരായിരുന്നു. പക്ഷേ എൻ്റെ പിതാവ് പറഞ്ഞ് കേട്ടിട്ട് ഈ സെമിനാരി നമുക്ക് ആവശ്യമാണെന്ന് എനിക്ക് ബോധ്യമായി. ഇതാ 1,00,000 രൂപയുടെ ഒരു ചെക്ക് സെമിനാരിക്ക് വേണം. എന്തൊരു റെസ്പോൺസ് ദൈവമേ! അതെല്ലാം മാതാവ് എല്ലാവരും ഇങ്ങനെ ഒരുക്കി കൊണ്ടുവന്ന് നമുക്ക് തരികയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ പരിപാലന, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം, നല്ല ജനങ്ങളുടെ സഹകരണം, ഇതെല്ലാം കൊണ്ടാണ് ഇതൊക്കെ, അല്ലെങ്കിൽ മെഡിക്കൽ കോഡിങ്ങിലുള്ള കാര്യങ്ങളൊക്കെ പറ്റിയത് നമ്മൾ കണ്ടു. പക്ഷേ എല്ലാത്തിനും അവിടെ ഉണ്ടായിരുന്നു. പിതാവ്, അങ്ങയുടെ ഈ ഒരു സംഭവ ബഹുലമായ ജീവിതത്തിൽ, വിശേഷിച്ചും തൃശ്ശൂരിൽ അങ്ങ് ചെയ്ത ഈ ഒരു പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ മാനന്തവാടി രൂപതയുടെ തുടക്കകാലത്ത് ഈ വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യത്തിലൂടെ ഒക്കെ മുന്നോട്ട് പോയപ്പോഴും ഈ പരിശുദ്ധ അമ്മയോടുള്ള ഒരു സ്നേഹവും അതുപോലെ പരിശുദ്ധ അമ്മയ്ക്ക് അങ്ങയോടുള്ള ഒരു സ്നേഹവും
എത്രത്തോളം അങ്ങയുടെ വഴിയിൽ ഒരു സഹായവും വെളിച്ചവും ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്? പരിശുദ്ധമ്മയുടെ ഒരു സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പം നിങ്ങളൊക്കെ ഇവിടെ ഒന്നിച്ചിരിക്കുന്ന പോലെ, അപ്പോൾ ആ സാന്നിധ്യം അനുഭവിക്കുന്നു പറയുന്നത് പോലെ എന്തോ ഒരു അനുഭവം എനിക്ക് എപ്പോഴും ഉണ്ട്. അമ്മ എപ്പോഴും അടുത്തുണ്ട്. എന്ത് പ്രശ്നം വന്നാലും എനിക്ക് പോകാൻ ഒരിടമുണ്ടെന്നുള്ള അബോധ്യം എന്നെ നയിക്കുന്നു. ചില പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്തെന്ന് തോന്നിപ്പോകും. പക്ഷേ അങ്ങനെയുള്ളതൊക്കെ അമ്മയോട് പറയുമ്പോൾ അമ്മ എങ്ങനെയോ എല്ലാം വളരെ ഭംഗിയായിട്ട് എല്ലാം സോൾവ് ചെയ്ത് തരും. അങ്ങനെ നിരന്തരമായ ഇത് ചെറുപ്പമായി ഞാൻ സെമിനാറിലായിരിക്കുമ്പം, മൈനർ സെമിനാറിലായിരിക്കുമ്പോൾ തുടങ്ങിയതാണ് അമ്മയോടുള്ളൊരു പ്രത്യേക സ്നേഹം. വള്ളപ്പള്ളി പിതാവ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുകയും പാറയിൽ അവിടെ ഒരു പാറപ്പള്ളി എന്ന് പറയും, അതിനോടനുബന്ധിച്ചുള്ളൊരു കെട്ടിടത്തിലാണ് ഞങ്ങളുടെ സെമിനാരി. അപ്പോൾ അന്ന് പിതാവ് അവിടെ നല്ലൊരു മനോഹരമായ രൂപമുണ്ട്. ആ രൂപത്തെ നോക്കി സംസാരിക്കുകയും അവിടെ പോയി പ്രാർത്ഥിക്കാൻ ഞങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ മാതാവുമായിട്ടൊരു പ്രത്യേക റിലേഷൻ അന്ന് മുതൽ തുടങ്ങിയതാണ്. പിന്നെ എൻ്റെ സെമിനാരി ജീവിതത്തിലൊക്കെ എപ്പോഴെല്ലാം ഒരു പ്രശ്നം ഉണ്ടായോ അപ്പോഴൊക്കെ മാതാവിനോട് പറയും, അതിനൊക്കെ ഉടനെ പരിഹാരം കിട്ടുകയും ചെയ്തിരുന്നു. അങ്ങനെ മാതാവിനോട് ഒത്തിരി സ്നേഹം. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ട് മാതാവിനെ സമീപിച്ച് അത് സോൾവ് ചെയ്യാതിരുന്നിട്ടില്ല. എന്ത് പ്രശ്നമാണെങ്കിലും മാതാവ് അത് ആഗ്രഹിക്കുന്നതിനേക്കാൾ നന്നായിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടു തരുമായിരുന്നു. അങ്ങനെ അമ്മയോട് പ്രത്യേക ഭക്തി. അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചാൽ നമുക്കൊരിക്കലും നിരാശപ്പെടേണ്ടി വരികയില്ല. എല്ലാം ഏറ്റവും ഭംഗിയായിട്ട് അമ്മ നിയന്ത്രിച്ച് ശരിപ്പെടുത്തി തരും. പിന്നെ അങ്ങ് ആരംഭിച്ച ആ ഒരു സന്യാസിനി സമൂഹം, ക്രിസ്തുദാസി സന്യാസിനി സമൂഹം എന്ന് പറയുന്ന ആ ഒരു സന്യാസിനി സമൂഹം ആരംഭിക്കാനുള്ളൊരു പ്രചോദനം എന്തായിരുന്നു? ഒപ്പം ഇന്ന് ഏതൊക്കെ രീതിയിൽ സന്യാസിനി സമൂഹം സഭ വളർന്നിട്ടുണ്ട്? മാനന്തവാടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ഇടവുകളെല്ലാം പെട്ടെന്ന് സന്ദർശിച്ചു. അപ്പോൾ ഈ ഓരോ ഇടവേള ചെല്ലുമ്പോൾ കുട്ടികളുടെ പ്രതികരണം, ഒരു സമ്പ്രദായവും ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തു. ചില ഇടയിൽ ചെല്ലുമ്പോൾ കുട്ടികളൊക്കെ വളരെ മര്യാദയുള്ളവരും ഡിസിപ്ലിനുള്ളവരും പ്രാർത്ഥിക്കുന്നവരൊക്കെയാണ്. വേറെ ചില കാടന്മാരാണ്. അപ്പോൾ എന്താ ഈ വ്യത്യാസം? ചിലയിടത്ത് ഒരേ സ്ഥലത്ത് രണ്ട് വിധത്തിലുള്ള പെരുമാറ്റങ്ങളൊക്കെ. അപ്പോൾ മനസ്സിലായി, എവിടെ ഒരു കോൺവെൻ്റ് ഉണ്ടോ അവിടെയൊക്കെ കുഞ്ഞുങ്ങളുടെ പെരുമാറ്റവും പ്രവർത്തനവും പ്രാർത്ഥനയും എല്ലാം വളരെ മനോഹരമാണ്. മഠമില്ലാത്തടത്ത് കാടന്മാർ പിള്ളേരാണ്. അപ്പോൾ ഞാൻ ദൈവമേ, മാനന്തവാടി രൂപത്തിൽ എല്ലാ ഇടവയിലും ഒരു കോൺവെൻ്റ് ഉണ്ടായിരുന്നു, ഇത് നല്ലതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ തൃശ്ശൂരൊക്കെ ഓരോ കോൺവെൻറ്റിലേക്ക് ചെല്ലുമ്പോൾ 60-70 മെമ്പേഴ്സുള്ള മഠങ്ങളുണ്ടായിരുന്നു. മാനന്തവാടിയിൽ രൂപത മുഴുവനും കൂടി എണ്ണിയിട്ട് 100-ൽ താഴെയാണ്. എന്തൊരു വ്യത്യാസം! അപ്പോൾ സിസ്റ്റേഴ്സ് ഇല്ല. ഞാൻ വള്ളപ്പള്ളിപ്പാരോട് പറഞ്ഞത് സിസ്റ്റേഴ്സ് ഇല്ല. കുറച്ച് പേരെ പറഞ്ഞു, എന്നോട് പറഞ്ഞു ഇഷ്ടമുള്ളവരൊക്കെ കൊണ്ടുപോകും, പക്ഷെ വരണ്ടേ. വരാൻ പറയുമ്പോൾ വരാൻ പലർക്കും താല്പര്യമുണ്ട്, പക്ഷേ പലർക്കും പേടിയാണ്. വയനാടാണ്, പനിയുണ്ടാകും, പിന്നെ തണുപ്പാണ്, ദാരിദ്ര്യമാണ്, വന്യമൃഗങ്ങളുടെ ശല്യമുണ്ട്, ഇങ്ങനെ അനേകം കാര്യങ്ങൾ പറഞ്ഞിട്ട് എല്ലാവർക്കും പേടിയാണ്. ആരും വരുന്നില്ല. എന്നാൽ ഫോറിൻ സിസ്റ്റേഴ്സ് ഉള്ളിൽ വരുമോ നോക്കി. എനിക്ക് കുറച്ച് ഇറ്റാലിയനും ജർമ്മനൊക്കെ അറിയാവുന്നതുകൊണ്ട് അവരൊക്കെ വരുമ്പോൾ ആ ഭാഷയൊക്കെ സംസാരിച്ച് അവരുടെ പ്രീതി നേടി വല്ലവരും കിട്ടുമെന്ന് അങ്ങനെയൊക്കെ പരിശോധിച്ചു. അങ്ങനെ കുറേ ഫോറിൻ സിസ്റ്റേഴ്സ് വന്നു. അവരൊക്കെ കൊച്ചിയിൽ വന്ന്, അന്ന് കൊച്ചി എയർപോർട്ടുള്ളൂ, കൊച്ചിയിൽ വന്നിറങ്ങും. പിന്നെ ആ ചുരം കയറി കഴിയുമ്പോഴത്തേനും ഛർദ്ദിക്കും. അത് കഴിയുമ്പോഴത്തേനും ഞങ്ങൾക്ക് ഈ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടു, പിതാവിൻ്റെ ഒരു രൂപതയൊക്കെ. പക്ഷേ ഞങ്ങൾ കൊച്ചിയിൽ ഇറങ്ങിയിട്ട് അവിടെ വരെ എത്താനുള്ള ശക്തി ഞങ്ങൾക്കില്ല. പിന്നീട് എന്തെങ്കിലും കൊച്ചിയിലെങ്ങാനും ഒരു മരം ഉണ്ടാക്കിയിട്ട് അവിടുന്ന് വരാം. ഇങ്ങനെയൊക്കെ ഒഴിവൊഴി പറഞ്ഞ് എല്ലാവരും പോയി. അപ്പച്ചനെ അച്ഛന്മാരോട് പറഞ്ഞു, ഇത് ഈ പണി നടക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് സ്വന്തം കാര്യം നോക്കണം, ഒരു മഠം സ്ഥാപിച്ചെങ്കിലേ നമ്മുടെ കാര്യം നടക്കൂ. അക്കാര്യം ഞാൻ പാസ്റ്റർ കൗൺസിലൊക്കെ അന്വേഷിച്ചു, കൺസൾട്ടേഴ്സ് മീറ്റിങ്ങിലൊക്കെ വെച്ചു. അവർ പറഞ്ഞു, പിതാവ് കഴിയുന്ന വേഗം ഒരു മഠം തുടങ്ങും, നമ്മുടെ ഇടവുകളിൽ ജോലി ചെയ്യുന്ന അതുപോലെ മറ്റെന്തെങ്കിലും സുദൃഢമായ ശ്രമം ചെയ്യാൻ കഴിവുള്ള
സിസ്റ്റേഴ്സിനെ സംഘടിപ്പിച്ച്. അങ്ങനെയാണ് ക്രിസ്തവ സമൂഹത്തിന് രൂപം കൊടുത്തത്. അത് ഒരുവിധം നന്നായിട്ട് പോകുന്നു. അന്നൊക്കെ ധാരാളം ദൈവങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ദൈവങ്ങൾ കുറഞ്ഞു പോയി. ഉണ്ടായി വരുമെന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുന്നു. മറ്റൊരു കാര്യം, ഇന്ന് മാമോദിസ സ്വീകരിച്ച ഓരോ ക്രൈസ്തവന്റെയും ഉത്തരവാദിത്വവും കടമയുമാണ് സുവിശേഷ പ്രഘോഷണം, മറ്റുള്ളവരോട് ഈശോയെ കുറിച്ച് പറയുക എന്നത്. പക്ഷെ ഇന്ന് നമ്മുടെ സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലും രാജ്യത്തും മറ്റു സ്ഥലത്തൊക്കെ ആണെങ്കിലും ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു സഹിഷ്ണുതയും ഒരു സ്വീകാര്യതയും ഒന്നും ഇന്ന് കാണിക്കുന്നില്ല പൊതുവെ. അപ്പം ഈ ഒരു മാറിയ സാഹചര്യത്തിൽ എങ്ങനെയാണ് നമുക്ക് സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കാൻ സാധിക്കുക? ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, സങ്കീർണമാണ് പ്രശ്നം. എങ്ങനെ കൃത്യം മറുപടി പറയുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. എങ്കിലും നമുക്ക് നേരിട്ടങ്ങോട്ട് സുവിശേഷം പറയാൻ എപ്പോഴും പറ്റിയില്ലെങ്കിലും നമുക്ക് പല വിധത്തിൽ, ഇപ്പം നമുക്കൊരു സ്കൂളുണ്ടെങ്കിൽ ആ സ്കൂളിൽ അവിടുത്തെ ചൈതന്യം ഒരു യേശുവിൻ്റെ ചൈതന്യമാണെങ്കിൽ, ക്രൈസ്തവ ചൈതന്യമാണെങ്കിൽ എങ്ങനെയെങ്കിലും കുട്ടികൾ കുറേ സ്വാംശീകരിച്ചെടുക്കും. ഇപ്പം നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ അവർ പിന്നീടുള്ള അവരുടെ പെരുമാറ്റത്തിലൊക്കെ മിക്കവാറും പേരുടെ പെരുമാറ്റം ഒരു വിധത്തിൽ ക്രിസ്തീയമായിട്ട് ഒരു പെരുമാറ്റമാണ്. ഒരു ക്രിസ്തീയ സംസ്കാരമെങ്കിലും പലർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ വിധത്തിൽ നമുക്ക് ചെയ്യും. പിന്നെ മിഷൻ പ്രദേശങ്ങളിലേക്ക് ഇവ ധാരാളമായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് ഒത്തിരി പിള്ളേരും പ്രായമായവരൊക്കെ മിഷനിലേക്കൊക്കെ പോകുന്നുണ്ട്. അവർ വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുമുണ്ട്. പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഞങ്ങൾ ഈ സിസ്റ്റേഴ്സ് ഒക്കെ ആയിട്ട് ഇപ്പോൾ അരുണാചൽ പ്രദേശത്ത്, മണിപ്പൂർ, ഇവിടെയൊക്കെ 4-5 മഠങ്ങൾ അടുത്ത കാലത്തായിട്ട് സ്ഥാപിച്ചു. ഇപ്പം മണിപ്പൂർ വലിയ ബഹളം നടന്നപ്പോൾ ഞാൻ മിനിയാന്ന് വിളിച്ചു ചോദിച്ചു എങ്ങനെയുണ്ട്. അവർ പറഞ്ഞാൽ അവർക്കൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഈ പ്രശ്ന സ്ഥലം ഒരു 100 കിലോമീറ്റർ അകലെയാണ്, അതുകൊണ്ട് അവിടെ കുഴപ്പമില്ല. പിന്നെ അവിടെ ഒരു ഗോത്രമേ ഉള്ളൂ, അതുകൊണ്ട് വഴക്കില്ല. ഇത് ഗോത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കലഹം കൂടിയാണിത്, മതം മാത്രമല്ല. എങ്കിലും അതുകൊണ്ട് നമുക്ക് പ്രത്യാശ. പിന്നെ നമ്മൾ പ്രയാസം പിടിച്ചൊരു സാഹചര്യത്തിലാണ് വന്ന് ചേർന്നിരിക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നമുക്ക് സുവിശേഷം പ്രഘോഷിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുമെന്നും നമ്മളത് ധാരാളം സുവിശേഷ പ്രഘോഷകർ ഉണ്ടാകുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഈ സാഹചര്യത്തിൽ പോലും ഇപ്പോഴും റെഗുലറായിട്ട് മിഷൻ പ്രദേശങ്ങളിലേക്ക്, സംസ്ഥാനങ്ങളിലേക്ക് പോവുകയും ജോലി ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന പലരെയും ഞാൻ നേരിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്, ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ അതുണ്ടാകും. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുക തന്നെ നമ്മുടെ കൂടെയുണ്ട്. തീർച്ചയായിട്ടും. എന്തായാലും വളരെ എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ അങ്ങ് സംസാരിച്ചു. ഈ ഒരു 50 വർഷം മെത്രാഭിഷേക നിറവിൽ പിന്നിടാൻ സാധിച്ചതിൻ്റെ സന്തോഷവും ഓർമ്മകളും ഒരുപാട് കാര്യങ്ങൾ പങ്കുവച്ചു. ഒപ്പം ആനുകാലികമായിട്ടുള്ള വിഷയങ്ങളിലെ അങ്ങയുടെ കാഴ്ചപ്പാടും വളരെ അതിൻ്റെ ഗൗരവത്തോടെ തന്നെ അങ്ങ് പങ്കുവച്ചു. അപ്പോൾ ഒരു ചെറിയ പ്രശ്നം പറയാനുണ്ടായിരുന്നു. എൻ്റെ തൃശ്ശൂർ ജീവിതത്തിലും അതുപോലെ മാനന്തവാടിയിലെ പ്രവർത്തനങ്ങളൊക്കെ ഈ മതസൗഹാർദ്ദത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും സോഷ്യൽ സർവീസിലൊക്കെ അവരെ ഈ ഹിന്ദുസിനെയും മുസ്ലിംസിനെയും ആദിവാസികളെയും ഒക്കെ മെമ്പേഴ്സായിട്ട് വെക്കുകയും അവരൊക്കെ നല്ല സഹകരണം കിട്ടുകയും ചെയ്തിരുന്നു. തൃശ്ശൂരായിരുന്നപ്പോൾ ഈ ഹിന്ദുസും നമ്മളും ക്രൈസ്തവരും തമ്മിൽ നല്ലൊരു ബന്ധമായിരുന്നു, വളരെ നല്ല ബന്ധം. അങ്ങനെ ആ ഒരു കാര്യത്തിൽ നമ്മൾ അതുകൊണ്ട് നമുക്ക് സമാധാനമൊക്കെ ഉണ്ടാകാനായിട്ട് വളരെ സഹായകമായി തീർന്നിരുന്നു എന്നുള്ളതും പറയാൻ ആഗ്രഹിക്കുകയാണ്. പറഞ്ഞോളാം. തീർച്ചയായിട്ടും ആ ഒരു പരസ്പരം നമ്മുടെ സമൂഹത്തിലെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായിട്ടും നേതൃത്വം കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതും ശരിക്കും നമ്മുടെ വൈദികർക്കും നമ്മുടെ മറ്റുള്ള എല്ലാവർക്കും തന്നെ അതൊരു മാതൃകയായിട്ട് മാറിയിട്ടുമുണ്ട്. എന്തായാലും ഒരുപാട് സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. ഈ ഒരു മെത്രാഭിഷേകത്തിൻ്റെ സുവർണ ജൂബിലി വർഷത്തിലൂടെ കടന്നു പോകുമ്പോൾ വളരെ വിലപ്പെട്ട ഓർമ്മകളും അതുപോലെ തന്നെ ആനുകാലികമായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട അങ്ങയുടെ പ്രതികരണങ്ങളും ഒക്കെ ഒരുപാട് സ്നേഹത്തോടെ ക്ഷമയോടെ ഷെയർ ചെയ്തു. എന്നും ആത്മീയത തുളുമ്പി നിൽക്കുന്ന സൗമ്യദീപ്തമായ ഒരു മുഖമായി, തൃശ്ശൂരിൻ്റെ ആത്മീയ ചൈതന്യത്തിൻ്റെ ഒരു മുഖമായി, നല്ല ഒരു പുഞ്ചിരിയോടെ ഇനിയും ഒരുപാട് കാലം തൃശ്ശൂരിലുള്ളവരെയും ലോകം മുഴുവനുമുള്ളവരെയും സ്നേഹിച്ചുകൊണ്ട് അങ്ങേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുന്നു.